മെസ്സിയെ മറയാക്കി റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനി നടത്തിയ GST തട്ടിപ്പിൽ കേന്ദ്ര ഏജൻസിയുടെ അന്വേഷണം ആവശ്യപ്പെട്ട് സംസ്ഥാന GST വകുപ്പ് ഫെമ ചട്ടലംഘനം, അന്യായമായി പണം സമാഹരിക്കൽ തുടങ്ങിയ ഗുരുതരമായ കുറ്റങ്ങൾ കണ്ടെത്തിയതിന് പിന്നാലെയാണ് അന്വേഷണം കേന്ദ്ര ഏജൻസികൾക്ക് വിടാനുള്ള നീക്കം. സാമ്പത്തിക തട്ടിപ്പിന്റെ വ്യാപ്തി മനസ്സിലാക്കണമെങ്കിൽ ED അന്വേഷണം തന്നെ വേണ്ടിവരുമെന്നാണ് വിലയിരുത്തൽ. വിവരങ്ങളുമായി പ്രശാന്ത് ശങ്കരമംഗലത്ത് ചേരുന്നു. തിരുവനന്തപുരത്ത് നിന്ന് പ്രശാന്ത്, കഴിഞ്ഞ ദിവസം പുറത്തുവന്ന വിവരങ്ങൾ, അതായത് GST വകുപ്പിന്റെ കണ്ടെത്തൽ വളരെ ഗുരുതരമാണ്. സ്പോൺസറുടെ അക്കൗണ്ടിലേക്ക് 206 കോടി രൂപ വന്നിരിക്കുന്നു. ആ പണം എങ്ങോട്ടേക്കൊക്കെ, ഏതൊക്കെ അക്കൗണ്ടിലേക്ക് പോയി, എങ്ങനെയാണ് ഈ സ്പോൺസറുടെ അക്കൗണ്ടിൽ ഇത്രയും വലിയ ഒരു തുക വന്നത്? അങ്ങനെ വലിയ ഒരു ദുരൂഹത ഈ വിഷയത്തിൽ ഉണ്ട്. അപ്പോൾ ED വരണം, അല്ലെങ്കിൽ കേന്ദ്ര അന്വേഷണ ഏജൻസി ഈ വിഷയത്തിൽ വരണം. GST വകുപ്പും ആ ഒരു നീക്കത്തിലേക്കാണോ നീങ്ങുന്നത്? രാഖി, ആതിര, ഗുരുതരമായ സാമ്പത്തിക ക്രമക്കേടാണ് ഈ മെസ്സിയെ കേരളത്തിലേക്ക് എത്തിക്കുന്നതുമായി ബന്ധപ്പെട്ട് നടത്തിയതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഇതുമായി ബന്ധപ്പെട്ട അതിൻ്റെ തെളിവുകൾ പുറത്തു വരുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. ഇത്തരത്തിൽ GST വകുപ്പ് നടത്തിയ അന്വേഷണത്തിൽ ഗുരുതരമായിട്ടുള്ള ക്രമക്കേട് കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ പശ്ചാത്തലത്തിലാണ് നിലവിലെ സ്റ്റേറ്റ്, അതായത് സംസ്ഥാനത്തെ ഏതെങ്കിലും ഏജൻസി അന്വേഷിച്ചാൽ ഇതിൽ കൃത്യമായൊരു തെളിവുകൾ പുറത്തു വരികയോ അല്ലെങ്കിൽ പ്രതികളെ കണ്ടെത്താൻ സാധിക്കുകയോ ഇല്ല എന്നൊരു കണ്ടെത്തലാണ് ഇപ്പോൾ ഈ GST വകുപ്പിൻ്റെ ഭാഗത്തുണ്ട്. ഇതിൻ്റെ പശ്ചാത്തലത്തിലാണ് കേന്ദ്ര ഏജൻസി, അത് EDയും അതോടൊപ്പം തന്നെ മറ്റ് കേന്ദ്ര ഏജൻസികളും ഈ കേസിലേക്ക് ഇടപെടണം, അന്വേഷിക്കണമെന്നൊരു ആവശ്യം ഇപ്പോൾ മുന്നോട്ട് വയ്ക്കുന്നത്, GST വകുപ്പ് മുന്നോട്ട് വയ്ക്കുന്നത്. ഇതിൻ്റെ ഭാഗമായിട്ടാണ് ഉള്ള നീക്കങ്ങളാണ് നടത്തിയിരിക്കുന്നത്. ഈ റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനിയാണ് ഇത് സ്പോൺസറായിട്ടുള്ളത്. ആ സ്പോൺസറുടെ അക്കൗണ്ടിലേക്ക് 206 കോടി രൂപ എത്തിയെന്നായിരുന്നു GST വകുപ്പിൻ്റെ കണ്ടെത്തലുണ്ടായിരിക്കുന്നത്. 2 ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്നായിട്ടാണ് ഇത്തരത്തിൽ തുക എത്തിയത്. മാത്രമല്ല, ഈ തുക എത്തിയതുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും രേഖകൾ, എന്ത് അടിസ്ഥാനത്തിലാണ്, വായ്പ ഇനത്തിൽ വാങ്ങിച്ചതാണെങ്കിൽ അത്, അല്ലെങ്കിൽ മറ്റ് നികുതി ഇനത്തിലാണെങ്കിൽ ഇതിൻ്റെ രേഖകളൊന്നും തന്നെ കണ്ടെത്താൻ കഴിഞ്ഞതുമില്ല. ഇതിൻ്റെ പശ്ചാത്തലത്തിലാണ് വലിയ രീതിയിലുള്ള സാമ്പത്തിക ക്രമക്കേട് നടന്നു. മെസ്സിയെ കേരളത്തിലേക്ക് എത്തിക്കുന്നതുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള സാമ്പത്തിക ക്രമക്കേട് നടന്നു. അതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇത്തരത്തിലുള്ള ഈ സാമ്പത്തിക ഇടപാടുകൾ എന്നതടക്കമുള്ള വിവരങ്ങളാണ് ഇപ്പോൾ EDക്ക് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അതായത് GST വകുപ്പിന് മുന്നിൽ ലഭിച്ചിരിക്കുന്നത്, തെളിവുകളായിട്ട് ലഭിച്ചിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണങ്ങളിലേക്കൊക്കെ കടക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതിൻ്റെ കൂടി പശ്ചാത്തലത്തിലാണ് കൂടുതൽ ആളുകൾ, കൂടുതൽ പേർ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ടാകാം എന്നൊരു നിഗമനമുണ്ട്. മാത്രമല്ല, ഇത് വിചാരിക്കുന്നതിന് അപ്പുറത്തുള്ള വലിയ സാമ്പത്തിക ക്രമക്കേടാണ് എന്നടക്കമുള്ള വിവരങ്ങൾ കൂടി ഈ GST വകുപ്പിൻ്റെ ഭാഗത്ത് ലഭിക്കുകയും ചെയ്യുന്നതിൻ്റെ പശ്ചാത്തലത്തിലാണ് കേന്ദ്ര ഏജൻസി തന്നെ വരണമെന്നൊരു ആവശ്യം മുന്നോട്ട് വയ്ക്കുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട നീക്കങ്ങൾ ആരംഭിച്ചു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മെസ്സിയെ കേരളത്തിലേക്ക് എത്തിക്കുന്നതുമായി ബന്ധപ്പെട്ടായിരുന്നു ഈ ക്രമക്കേട് നടക്കുന്നത്. അതിൽ വ്യാപകമായിട്ടുള്ള പിരിവുകൾ നടന്നു എന്നടക്കമുള്ള വിവരങ്ങളാണ് പുറത്തു വന്നത്. മാത്രമല്ല, GST തട്ടിപ്പും ഈ കേസുമായി ബന്ധപ്പെട്ട് നടന്നു. അതിന് 3 ഉദ്യോഗസ്ഥർക്കെതിരെ നേരത്തെ നടപടിക്കുള്ള ശുപാർശകൾ ചെയ്തൊരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. നിലവിൽ പ്രാഥമിക അന്വേഷണത്തിൻ്റെ റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നു. സമഗ്ര അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. രാഖി, ആതിര. ശരി പ്രശാന്ത്.